ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് തിരിച്ചടിയാണ്. അഡ്ലൈഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് 10 വിക്കറ്റിന് തോറ്റതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് വീണു. ഓസ്ട്രേലിയ 1-ാം സ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം ഇന്നിംഗ്സിൽ 157 റൺസ് ലീഡ് വഴങ്ങിയ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 175-ന് എല്ലാവരെയും പുറത്തായി. കേവലം 19 റൺസിന്റെ വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. ഓസീസ് 3-ാം ഓവറിലെ 2-ാം ബോളിൽ ലക്ഷ്യം മറികടന്നു. സ്കോർ ഇന്ത്യ 180-175, ഓസ്ട്രേലിയ 337-19. ഇതോടെ 5 മത്സരങ്ങളിൽ പരമ്പരയിൽ ഇരുവരും 1-1 ഒപ്പമെത്തി. പെർത്ത് ടെസ്റ്റിലെ തോൽവിയോടെ നേരത്തെ 3-ാം സ്ഥാനത്തേക്ക് വീണിരുന്നു ഓസീസ്. എന്നാൽ ഇത്തവണ 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കാനായി 60.71 പോയിന്റ് ശതമാനമാണ് ഓസീസിനുള്ളത്. 14 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീമിന് 9 ജയവും 4 തോൽവിയും 1 സമനിലയുമാണുള്ളത്. 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 57.29 ആണ്. 16 മത്സരങ്ങൾ ഇന്ത്യ കളിച്ചപ്പോൾ 9 ജയിച്ചു, 6 തോൽവിയും 1 സമനിലയും. അതേസമയം ദക്ഷിണാഫ്രിക്ക 2-ാമത് തുടരുന്നു. 9 മത്സരങ്ങൾ കളിച്ച ടീം 5-ാം ജയം സ്വന്തമാക്കി, 1 സമനിലയും 3 തോൽവിയും അക്കൗണ്ടിലുണ്ട്. 59.26 പോയിന്റ് ശതമാനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത്. 2-ാം ടെസ്റ്റിൽ ശ്രീലങ്കയെ തോൽപ്പിക്കാനായാൽ ദക്ഷിണാഫ്രിക്ക 1-ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്യും. ശ്രീലങ്ക 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ അവർ തോറ്റിരുന്നു. 10 മത്സരം കളിച്ച ശ്രീലങ്ക 5 ജയിച്ചു, 5 തോൽവിയും 50.00 പോയിന്റ് ശതമാനം. ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നിവർ 5ഉം 6ഉം സ്ഥാനങ്ങളിലുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ 2-ാം ടെസ്റ്റിൽ തോറ്റത് കിവീസിന് കനത്ത തിരിച്ചടിയായി. ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഇംഗ്ലണ്ടിനെയും ന്യൂസിലൻഡിനെയും പോയിന്റുകൾ വെട്ടിച്ചുരുക്കിയിരുന്നു. അതും ടീമിന് തിരിച്ചടിയായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ് എന്നിവർ യഥാക്രമം 7 മുതൽ 9 വരെയുള്ള സ്ഥാനങ്ങളിലുണ്ട്. ഓസ്ട്രേലിയ 4 ടെസ്റ്റുകൾ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മറ്റു ടീമുകളെ ആശ്രയമില്ലാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കും. ശേഷിക്കുന്ന 3 ടെസ്റ്റുകളും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. എന്നാൽ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ജയിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓസീസ് പര്യടനത്തിന് ശേഷം ഇന്ത്യക്ക് മറ്റ് പരമ്പരകൾ ഒന്നും തന്നെയില്ല. ഓസീസിന് ശ്രീലങ്കൻ പര്യടനം ബാക്കിയുമുണ്ട്.